ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനം എത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ എല്ലാവരും? കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ ചില കമൻസ് വന്ന് കേക്ക് അത് ബിന്ദുപിള്ളയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. കേക്കും ഈ സോയ റെസിപ്പിയും ഒത്തിരി ഇഷ്ടമായി, ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ചെയ്ത് നോക്കിയിട്ട് മിക്ക ആൾക്കാരും ചെയ്തിട്ടുള്ളയാ. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞിടെ ഞാൻ എന്തുണ്ടാക്കി മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയപ്പം ഓമനാൻറ്റിയും പറഞ്ഞായിരുന്നു, വിജി സോയ ചങ്ക്സും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ആൻറ്റി പറഞ്ഞാൽ ഒന്നുകൂടെ ഓർമ്മ വന്ന്. ചില സമയത്തൊക്കെ നമ്മളൊന്നും ഓർക്കാറില്ലല്ലോ. അപ്പോൾ നല്ല അത് ഉള്ള. അപ്പം ആലീസും പറഞ്ഞ് നല്ല പ്രോട്ടീനായി ഈ സോയ ചങ്ക്സിൻ്റെ അകത്ത്. മിക്ക ആൾക്കാരും പിള്ളേരാണേലും ഞാനും വറുത്തിട്ട് നമ്മളിപ്പം കൂട്ടാൻ വെക്കുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ്. അല്ലാതെ ഈ പച്ചയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ പിന്നെ ഈ ഡീപ് ഫ്രൈ ചെയ്യുമ്പം ഹെൽത്തിന് അത്ര നല്ലതല്ല. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഷേപ്പ് മാറ്റിയിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ ഷാലോ ഫ്രൈ പോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് നല്ല റെസിപ്പികളൊക്കെ ഇടാൻ നോക്കാം. ഇന്നത്തെ വീഡിയോ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ കൂടെ വന്നൊന്ന് പറഞ്ഞേക്കണേ. അപ്പം നിങ്ങളുടെ നേരിട്ട് കാണാൻ പറ്റിയില്ലേ? നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ട്. നിങ്ങളെ ഒന്നും ഞാൻ നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ കമൻസിലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ. അതുകൊണ്ട് പുതിയ നൈറ്റിയാണ് കേട്ടോ. നൈറ്റി അന്ന് റേച്ചാൻ കൊണ്ടുവന്നിട്ട് അത് തിരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അവർ അളവിൽ ഒരേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരേ ബാച്ച് നൈറ്റിക്കകത്ത് തന്നെ അതിൽ ചെറുതും വലുതും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അവസാനം ഇത് ലാസ്റ്റിലാണ് കിട്ടിയത്. ആദ്യത്തെയൊക്കെ കൊണ്ടുവന്നത് സെയിം എൻ്റെ പഴയ ആ റെഡും ബ്ലാക്ക് അതിൻ്റെയൊക്കെ സെയിം XXL ആയിരുന്നു. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴുത്തിരിക്കും. എനിക്ക് ഒന്നാമത് ശ്വാസം മുട്ടിയിരിക്കും, ഒരു സഫോക്കേഷനാണ്. പിന്നെ ഇങ്ങനെയും കൂടെ ആയണ്ട. ഇത് പിന്നെ ഇച്ചിരിയും കൂടെ ഇത്തിരി ഓപ്പണായിട്ടായിരുന്നു കഴുത്ത്. ഇത് ഇത്തിരി ഇങ്ങ് കയറിയിരിക്കുക. അപ്പോൾ നമുക്കൊരു വല്ലാത്ത ഇതല്ലേ, അതുകൊണ്ട് മാറ്റിയെടുത്തതാണ്. പറഞ്ഞു പക്ഷേ കോട്ടൺ, എനിക്ക് നല്ല കോട്ടൺ വേണം. ഓക്കെ. പിന്നെ എന്തോ ഞാൻ പറയാനിരുന്നു, ഞാൻ മറന്നുപോയി. ഞാൻ ഇതൊന്ന് ഓഫാക്കിയിട്ടൊന്ന് ഓർക്കട്ടെ. കഴിഞ്ഞ ദിവസമേ ഇതല്ല ഞാൻ ഓർത്തത് കേട്ടോ, എന്തോ പറയാനിരുന്ന. പ്രീസമ്മ ഒന്ന് പറയാവാ. മമ്മി, ക്ലാസ്സിലേ ഏതോ അവൻ്റെ കൂടെ ഉള്ള പിള്ളേർ പറഞ്ഞെന്ന് അവരുടെ ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഇങ്ങനെ 4 5 നിലയുണ്ട് സ്കൂള്. ഏതോ ഒരു ഫ്ലോറിലേ പ്രേതമുണ്ടെന്ന്. ഇവിടെ ഹിന്ദിയിൽ ബൂത്തെന്നാണ് പറയുന്നത്, ബൂത്തുണ്ടെന്ന്. ഇവനിവിടെ വന്നോണ്ട് ഞാൻ പറയും, അങ്ങനെയൊന്നുമില്ല മോനെ, ചുമ്മാതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മ വന്നു. പണ്ട് ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴേ, നമ്മൾ സ്കൂളിൽ പോകുമ്പം അന്ന് നമ്മളെ പേരൻസ് കൊണ്ടുവിടത്തില്ലല്ലേ. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാച്ചുണ്ട്, ഇങ്ങനെ എല്ലാം കൂടെ അലച്ചു വിളിച്ചാണ് പോകുന്നുണ്ടേ. ഈ ചിലർക്കറിയുമ്പോൾ ചെറയെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ചെളി ഇങ്ങനെ കുഴിന്നു വീണ് അതിലോട്ട് നമ്മൾ ചവിട്ടി അതൊക്കെ താണു പോവും. അതാ ചെറ. അപ്പോൾ ചിലർ പറയുമായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം പ്രീസനെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചെങ്കിൽ ഞാൻ എൻ്റെ കാലം ഓർത്ത് പറയും, അതിലേ പോവല്ലേ, അതിൻ്റെ അകത്ത് ഭൂതമുണ്ട്, അതിലേ പോയാൽ പിടിച്ച് വലിച്ചിടുമെന്ന്. അതിൻ്റെ അകത്ത് ദൈവമേ, ആ വഴി കൂടെ ഞാൻ പോകത്തേ ഇല്ല. എന്തെല്ലാം ഞാനിപ്പോൾ ഓർക്കും, എന്തൊക്കെയാണ് അതൊക്കെ. നമ്മളും പേടിച്ചൂറുകളായിരുന്നേ. അന്ന് നമ്മളും ചിന്തിക്കൂ പ്രേതം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ കൊച്ചിങ്ങനെ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞപ്പോഴാണ് അത് പോൾമോൻ്റെ സ്കൂളിൽ ഞങ്ങൾ മീരാ റോഡിൽ താമസിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ താമസിക്കുന്ന ബിൽഡിങ്ങിലും. ഈ പിള്ളേർ എവിടുന്ന് കേൾക്കുന്നത് എന്നറിയത്തില്ല. അന്ന് നമ്മുടെ പിള്ളേർ എവിടുന്ന്, കൂട്ടുകാർ എവിടുന്ന് കേൾക്കുന്നത് അറിയത്തില്ല. ചെറ നിങ്ങൾക്കൊക്കെ അറിയാമോ ചെറ എന്തുവന്ന്? എൻ്റെ അറിവിൽ ഈ ചെറയെന്ന് പറയുന്നത് ഇങ്ങനെ പൊതഞ്ഞ് ചെളിക്കുണ്ടിൽ ചവിട്ടി അങ്ങ് താപ്പോട്ട് പോകും, പൊതഞ്ഞ് അതാണ് ആ ചെറയെന്ന് പറയും. അതിന് ഇവർ പറയാം, അതിലേ പോയാൽ ഭൂതം പിടിച്ച് വലിച്ചിടുമെന്ന്. എനിക്ക് വയ്യ ഓർത്തോർത്തോണ്ട് പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ ചായ ഒരിടപ്പത്ത്, പാല് കാച്ചാൻ ഒരിടത്ത്. ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല, സവാള മാത്രമേ ഉള്ളൂ.
അപ്പോൾ സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ചായ ഒന്ന് ആറ്റിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാനൊരു ചായ ഒന്ന് ആറ്റിച്ച് അണച്ച് കുടിക്കാനെങ്കിൽ തോന്നുന്നു. പാസ്ത പ്രഷർ വന്ന് വിസിൽ വന്ന് നിർത്തിയിട്ടേക്കുക. അപ്പം ചായ ഒന്ന് കുടിക്കാം. ഞാൻ ഈ മുംബൈ വന്നതിന് ശേഷമാണ്. മുംബൈ വന്നെന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ രാവിലെ ഒരു കട്ടൻ കാപ്പി, അത് കഴിഞ്ഞ് ചായ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കൂടുതലും അങ്ങനെ കേട്ടോ. ചുരുക്കം ചിലരേ ഉള്ളൂ ഡയറക്റ്റ് രാവിലെ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കട്ടൻ കാപ്പിയായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. പിന്നെ ബോംബെയിൽ വന്ന് ജോലിക്കായിട്ടല്ലേ നമ്മൾ വന്നത്. അന്നേരവും ഞങ്ങൾ നാട്ടിൽ നിന്ന് കാപ്പിപ്പൊടി കൊണ്ടുവന്ന് രാവിലെ ഒരു കട്ടൻ കാപ്പിയായിരുന്നു കുടി. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കട്ടൻ കാപ്പി കുടിയേ ഇല്ല. ഇങ്ങനെ രാവിലെ ചായ കുടിക്കുന്നത് ആ കട്ടൻ കാപ്പി. പിന്നെ കാപ്പിപ്പൊടി കൊണ്ടുവന്നത് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വല്ലപ്പോഴും ഇങ്ങനെ തലവേദന വരും. അല്ലാതെ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ട്, അത് നമ്മൾ പാലിട്ട് കുടിക്കും. അല്ലാതെ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നുവാണെങ്കിൽ അതിൻ്റെ ആ സമയത്ത് എല്ലാവരും ഇച്ചിരിച്ച ചിലപ്പോൾ കുടിക്കും. റീച്ചാനൊന്നും അങ്ങനെ കുടിക്കാറില്ല. ഉണ്ടാക്കുമ്പം ഡാഡിയും ഞാനും ഒക്കെ കുടിക്കും. ചുരുക്കം ചിലപ്പം ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പം പാസ്തയൊക്കെ അവിടെ റെഡിയായി. ഞാൻ ചോറ് ഒരു ഇച്ചിരി ഇരിപ്പുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചോറ് വെള്ളം വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പാസ്തയാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരി മാവിരിപ്പുണ്ടായത്. പ്രേസൻ അന്നേരം പൂരിയും ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ ആ പൂരിയുടെ കൂടെ അവന് ടൊമാറ്റോ സോസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. കഴിഞ്ഞ കുറേ ദിവസത്തിന് മുമ്പിട്ട് മെൻസി എനിക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ട് തന്നായിരുന്നു. മീൻസ് അവൾ എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് ഇട്ട് തന്നതാണ്. അവൾ ചെയ്ത രീതിയും അവൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ് എന്തുവാന്നൊക്കെ ഉള്ളത്. അതായത് ഈ ഡിഷ് വാഷ്, കംഫർട്ട്, വാഷിങ് ചെയ്യുന്ന ലിക്വിഡ്, ഇതെല്ലാം എത്ര രൂപയ്ക്ക് വാങ്ങിക്കുവാണെങ്കിൽ അത് നമുക്ക് അതിനേക്കാൾ ലിറ്ററിൽ നമുക്ക് ഉണ്ടാക്കി അത് ഒരു വർഷത്തോളം നമുക്കത് ഉപയോഗിക്കാം. നമുക്കത് ലാഭമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കംഫർട്ടൊക്കെ ബോട്ടിൽ വാങ്ങിക്കുവാണെങ്കിൽ എത്ര രൂപ നമുക്ക് ഒരു മാസം ഒരു 2 എണ്ണമെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലേ. അപ്പോൾ ഇതാകുമ്പം നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അത്രയും രൂപയാവത്തില്ല. പക്ഷേ അത് നാട്ടിലെങ്ങായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ട് ആ നമ്പർ ഇതാ, ഞാനിവിടെ നോക്കട്ടെ. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് അഡ്രസ്സും വാട്സപ്പ് ഇതൊക്കെ എന്ന്. അങ്ങനെ ഞങ്ങൾ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഒരനക്കവും ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചു, 2 ദിവസമായി നിങ്ങൾ റിപ്ലൈ തന്നില്ലല്ലോ, എന്തുവാ അയക്കുമോ എന്തുവാന്നുള്ളത്. അപ്പം പുള്ളി പറഞ്ഞു, അത് അയ്യോ നമ്മൾ ഇത്തിരി ബിസി ആയിരുന്നു, ഞങ്ങളന്ന് നോക്കട്ടെ മുംബൈയിലോട്ടുണ്ടോ എന്നുള്ളത്. അവരെന്നാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം പറയേണ്ടത്. നമ്മളിപ്പോൾ ഒരാളിപ്പം ഞാനും ബിസിനസ് നടത്തുന്നു, അച്ചാറിൻ്റെ ബിസിനസ് നടത്തുന്നു, ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അവർക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയും അവരോട്. ഇത് നമ്മളിങ്ങനെ എപ്പോഴും മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു. അവരുടെ ഒരു ഇതുമില്ല, നമ്മൾ നോക്കിയിട്ട് പറയാം. പിന്നെ ആരും മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ അവൾ പറഞ്ഞ് ചിലപ്പം അവരത്രയ്ക്ക് ബിസി ആയിരിക്കും. അവരുടെ എത്ര ബിസി ആണെങ്കിലും ഒരു സാധനം അവരിങ്ങനെ പർച്ചേസിങ് ചെയ്യുവാണെങ്കിൽ അത് ആൾക്കാരോടൊന്ന് പറയുന്നതിന് യെസ് ഓർ നോ പറയുന്നതിന് എത്ര സമയം വേണ്ടി വരും. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അവിടോട്ട് ഇല്ലായിരിക്കും. ഞാൻ പറയാം എന്തോ ആയിക്കോട്ടെ, ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കൊന്ന് പറയാമായിരുന്നല്ലേ. നമ്മളതനുസരിച്ച് പിന്നെ മുന്നോട്ട് പിന്നെ അവരോട് ചോദിക്കുമോ. പിന്നെ 2-3 പ്രാവശ്യം ചോദിച്ചു, പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും ആരെങ്കിലും
എന്തെങ്കിലും ചോദിച്ച് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ ഫ്രീക്ക് ചോദിക്കുമല്ല, അത് നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്തുവാന്നുള്ളത് സർവീസിങ് മുംബൈയിലോട്ടുണ്ടോ കേരളത്തിലല്ലാതെ ഉണ്ടോ ഒന്ന് അവർക്കൊന്ന് മറുപടി വാട്സപ്പിൽ അവർ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ ചെക്ക് ചെയ്ത് അതിനേക്കാളും നല്ലത് അയക്കാൻ പറ്റുമോ ഇല്ലയോ എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അതൊക്കെ പോട്ടെ. ഞാൻ ബീൻസും ഇച്ചിരി കാബേജ് ഉണ്ടായിരുന്നു, അതുകൂടെ അരിഞ്ഞൊരു തോരൻ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പാറും വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് പൊടിയൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ ചേർത്ത്. ഉലുവാപ്പൊടി ഇന്ന് ഞാൻ മൂപ്പിക്കാനിട്ടില്ല. പക്ഷേ അതൊരു ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കി ഇതിൻ്റെ അകത്ത് ചേർത്ത് എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച്. അപ്പോൾ ഇവിടെ തോരനൊക്കെ ഇവിടെ അപ്പോഴത്തേക്കും റെഡിയായി. അപ്പം പോൾമോന് ചപ്പാത്തി ഇന്നലത്തെ ഇത്തിരി അവന് കോവയ്ക്ക ഇഷ്ടമാണല്ലേ, ഇത്തിരി കോവയ്ക്കയും ഈ തോരനൂടെ അവന് കൊടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇവിടെ ഇങ്ങനെ കറിയായിട്ട് ചപ്പാത്തിക്ക് വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും അവർക്ക് ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ ചപ്പാത്തിയും സാമ്പാറും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഒന്ന് റെഡിയായി. ഇനി അതിനോടൊന്ന് കടുക് വറുക്കണം. പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുക. ഇനിയിപ്പോൾ അർജൻറ്റിന് ഇവിടുന്നാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഇത്തിരി ക്രൗഡുള്ള അവിടെ പോയി വാങ്ങിക്കണം. അവിടെ ഇപ്പോൾ റേച്ചാനിച്ച് ചുമയായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ നമ്മുടെ അടുത്തുനിന്ന് തന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. ഇച്ചിരി വിലക്കുറവുണ്ട്. ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയയിൽ ഇച്ചിരി വിലയുണ്ട്. അപ്പം അവിടെ ഒരു നടന്നു പോവുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൂടുതലെടുക്കും. ഞങ്ങളങ്ങോട്ട് അതുകൊണ്ട് പോയില്ല വയ്യാത്തതുകൊണ്ട്. അപ്പം സാമ്പാർ ഇവിടെ റെഡിയായി. ഇപ്പോൾ ഉച്ചക്കത്തേക്കിന് ഇന്നലത്തെ ഇച്ചിരി മത്തിത്തോരനുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് അടിപൊളിയായിരുന്നു. മത്തിത്തോരനും സാമ്പാറും നമ്മുടെ ബീൻസും കാബേജും ഇട്ട തോരനും. കഴിഞ്ഞ സൺഡേ ഇവിടുന്നേ ഞങ്ങൾ പോയത് കേരള കടയിൽ കയറിച്ച് കപ്പ വാങ്ങിക്കാന്നുള്ള രീതിയിലാണ്. പക്ഷേ വന്ന വഴിക്ക് കാര്യം പറഞ്ഞ് ഞങ്ങൾ ആ റൂട്ടിലോട്ട് പോയില്ല. നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും വരാം നമുക്ക്. പക്ഷേ വഴി ഇത്തിരി രണ്ടും വരുന്ന വഴിയല്ലായിരുന്നു. നമുക്ക് വേറൊരു സൈഡിൽ കൂടെ പോകണമായിരുന്നു. പക്ഷേ അതങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ ഇന്ന് ഇച്ചിരി കപ്പ വാങ്ങിച്ചേനെയായിരുന്നു. കപ്പയ്ക്കും ഏത്തയ്ക്ക എല്ലാം വില കൂടി. ഞാനൊന്ന് കിടന്ന് ഇച്ചിരി നല്ല തണുപ്പുണ്ടായിരുന്നു. ഇച്ചിരി അന്ന് കിടന്ന് ഇച്ചിരി മയങ്ങിപ്പോയി. എന്നിട്ട് ഇച്ചിരി ചായ കുടിച്ചിട്ട് കിറുകിയിരിക്കുക. ഒന്ന് നടക്കാൻ പോകണമെന്നുണ്ട്. പ്രീസിനെ വിളിക്കാൻ പോൾമോൻ പോയിട്ടുണ്ട്. അവന് വല്ലതും ഒന്ന് കൊടുത്തിട്ട് അവനിഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കുന്നുണ്ട്. സാമ്പാറും തോരനുമാണ്. അവന് ഇഷ്ടമാണെങ്കിൽ കഴിക്കില്ലെങ്കിൽ അവൻ പറയും ഫാസ്റ്റിംഗ് ആണ്. എന്നിട്ട് ഒത്തിരി നേരം കഴിഞ്ഞിട്ട് പറയാൻ എനിക്ക് വിശക്കുന്നെന്ന് പറയും. എന്തോ ഏതായാലും ഇങ്ങനെ ഇരിക്കുക. ചായയും പോയി ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഒത്തിരി ഒരു സുമാറായി. അയ്യോ, ഞാനിപ്പോഴാണ് ഈ ജനലിൻ്റെ ഇതൊന്ന് തുറന്നത്, നെറ്റൊക്കെ. കാരണം ആ 10ാം നമ്പറിലും പണി നടക്കുക, ഞങ്ങളുടെ സൊസൈറ്റിയിലും പണി നടക്കുക. മൊത്തവും പൊടിയാണ്. അവിടെയൊക്കെ കിടക്കുന്ന കാറ് രാവിലെ തുടച്ച കാറാന്നേലും മൊത്തം മണ്ണാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ ഈ ജനലിൻ്റെ അവിടെ നോക്കിയോണ്ടേ മൊത്തം പൊടിയാണ്. അതങ്ങ് ഇടിക്കും. ഇതൊക്കെ ഇടിച്ച് ചെയ്യുന്നുണ്ട്, സിമെൻറ്റ് തേക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം പോകാനായിട്ടൊക്കെ റെഡിയായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് തുറന്നതാണ്. അയ്യോ, ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കര സൗണ്ടില്ല. കാരണം ഇവരുടെ ജോലി എന്ന് പറയുന്നത് അറിയാമല്ലേ, ഭയങ്കര വെച്ചുള്ള ജോലിയാണ്. എന്തായാലും സിമെൻറ്റ് എടുക്കുന്നതിനാന്നേലും അതിനാന്നേലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര സംസാരത്തിലുള്ള ജോലിയാണ്. എന്നാലേ അവർക്ക് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊരു സുമാറില്ലല്ലേ. അപ്പം അവർ ഇപ്പം അത് പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് തുറന്നതാണ്. ഇനിയിപ്പം കൊതുക് ഈ തണുപ്പ് സമയമാകുമ്പം കൊതുകും കയറും. അതുകൊണ്ട് 6 മണിയാകുമ്പോഴേ അടച്ചില്ലെങ്കിൽ കൊതുക് ഒരു 6-6:30 ആകുമ്പോഴത്തേക്കിനാണ് കൊതുകുകൾ ഇറങ്ങുന്നത്. വേണ്ട ആക്റ്റീവ് എടുത്തുകൊണ്ട് വന്ന പയ്യൻ കണ്ട എൻ്റെ പോൾമോനേക്കായി 1 വയസ്സിന് ഇളയതാണ്. അവൻ ഒരു വർഷത്തിന് മുമ്പിട്ടേ ഇങ്ങനെ ആക്റ്റീവാണ്, ഓടിക്കും. പലരുടെ സംസാരമാണ്. അവരുടെ പേരൻസ് ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ അവൻ്റെ അമ്മയും വെച്ചോണ്ടാവും പോകുന്നത്. ലൈസൻസ് പോലും ഇല്ലേ. അവനിപ്പോൾ ട്യൂഷന് പോവുക വേറൊരു കൂട്ടുകാരനെയും വെച്ചോണ്ട്. പോളിനേക്കായി 1 വയസ്സിന് ഇളയതാണ്. പോള് ഓടിക്കും. ഈ സൊസൈറ്റി കിടന്ന് ഓടിക്കും.
ഞാൻ വീഡിയോ ഒക്കെ സൂം ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നതേ ഞാൻ എടുത്തതാണ്. പക്ഷേ നോക്കിയോണ്ടെങ്കിൽ തോന്നുന്നു ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു. അപ്പോൾ ചേട്ടനും എന്നോട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പണിയുടെ ഞങ്ങളുടെ ഈ റൂമിൻ്റെ ഫ്രണ്ട് വശത്തും അവിടെയും പാസേജിലും ആ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ പണി നടക്കുക. ഇടിച്ചിട്ട് പിന്നെ നല്ല സിമെൻറ്റ് തേക്കുന്നത്. അപ്പോൾ എല്ലായിടവും പൊടിയല്ല. ഇന്നലെ ആണെങ്കിൽ ചെയ്തിട്ട് അവരെല്ലാം കഴുകി എല്ലാം ഒന്ന് വിട്ടതാണ്. പിന്നെ ഇന്നും അടുത്ത പരിപാടി. എന്താ എത്ര ലേറ്റായേ? ബസ് എന്താ ലേറ്റായി? പിന്നെ എന്തുകൊണ്ട് സ്കൂളിൽ വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.